MAC and hash functions we have already learned. Now in this video we can learn the security of MAC and hash functions. Two types of attacks are MAC and hash functions. First one brute force attacks and the second one is a cryptanalysis. Brute force attack, hash function and MAC function different type brute force attack. So first hash function brute force meaning trial and error method. Corre methods try corre values try brute force method brute force attack. So hash function the depend mainly a hash code in the length hash code message in hash function use to produce hash code in the length depend hash function the mono properties first one is one way property h of x equal to x the message sender send in the message h of x hash value produce h in the value x in the value infeasible one way property then weak collision resistance x is the given message. Then y എന്ന് പറയുന്ന another message which is not equal to x. ഇതിന്റെ രണ്ടിന്റെ hash value ഈ രണ്ട് മെസ്സേജുകളുടെ hash value same ആവാൻ ഉള്ള possibility എന്ന് പറയുന്നതും infeasible ആയിരിക്കണം, maximum കുറവായിരിക്കണം. Then strong collision resistance എന്ന് പറഞ്ഞാൽ any pair of values x, y such that h of x is equal to h of y ആവുന്നതും infeasible ആയിരിക്കണം. ഈ മൂന്ന് property ആണ് ഓരോ hash functionനും ഉണ്ടായിരിക്കുന്നത്. So brute force attack ന്റെ ഒരു hash code of length hash code h ന്റെ ലെങ്ത് എന്ന് പറയുന്നത് n ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് വഴി ബ്രേക്ക് ചെയ്യാനുള്ള അറ്റാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് വൺ വേ പ്രോപ്പർട്ടീനെ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് 2n ആണ്. അപ്പൊ n ന്റെ വാല്യൂ കൂടുന്നതോറും 2n ന്റെ വാല്യൂ കൂടുതലായിരിക്കും. അതുപോലെ വീക്ക് കൊളീഷൻ റെസിസ്റ്റൻസിനും 2n ആണ്. സ്ട്രോങ് കൊളീഷൻ റെസിസ്റ്റൻസിന് കുറച്ച് കുറവുണ്ട്, 2n/2 വരുന്നുള്ളൂ. സോ നെക്സ്റ്റ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഓൺ മെസ്സേജ് ഒതന്റിക്കേഷൻ കോഡ്. ഇപ്പൊ ഹാഷ് വാല്യൂന്റെ അറ്റാക്ക് പറഞ്ഞു. ഈ നെക്സ്റ്റ് message of the MAC value, MAC in attack a brute force attack on MAC is more difficult because it requires message and MAC pair. Message MAC pair ഉണ്ടെങ്കിലാണ് ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിന് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്, രണ്ട് ടൈപ്പ് അറ്റാക്ക് ആണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ MAC ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ C എന്ന് പറയുന്ന ഒരു MAC ഫംഗ്ഷൻ, അതിന് മെസ്സേജും ഉണ്ടായിരിക്കും, ദെൻ കീയും അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് അറ്റാക്കിൽ അറ്റാക്ക് ഓൺ ദ കീ, then second എന്ന് പറയുന്നത് attack on the MAC value. ഇതിൽ രണ്ട് ടൈപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. attack on the key ആണെങ്കിൽ k bit key ആണെങ്കിൽ അതിന് key size is k bits, then 2 raised to k efforts വേണ്ടി വരും അതിനെ break key കണ്ടുപിടിക്കാനായിട്ട്. 2 raised to k efforts is required. Then if the second type ആണെങ്കിൽ അതായത് attack on MAC value ആണെങ്കിൽ the objective is to generate a valid MAC value for a given message. ഒരു given message ന് valid ആയിട്ടുള്ള ഒരു MAC value generate ചെയ്യണം, or to find a message that matches a given MAC value. അപ്പൊ അങ്ങനെ രണ്ട് ടൈപ്പ് ആയിട്ടാണ് MAC message authentication കോഡിൽ brute force attack ചെയ്യുന്നത്. Second type of attack is the cryptanalysis. First type brute force ആണെന്ന് പറഞ്ഞു, second type cryptanalysis. Cryptanalytic attacks on hash functions and MAC algorithms make use of some property of the algorithm. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടാണ് ഈ അറ്റാക്ക് നടത്തുന്നത്. മാക്കിലാണെങ്കിലും അതുപോലെ തന്നെ ഹാഷ് ഫംഗ്ഷനിലാണെങ്കിലും. ദിസ് വിൽ റിക്വയർ മോർ എഫർട്ട് ദാൻ ബ്രൂട്ട് ഫോഴ്സ് എഫർട്ട്. ബ്രൂട്ട് ഫോഴ്സിനേലും കൂടുതൽ എഫർട്ട് ഇതിന് വേണ്ടി വരും. സാധാരണ ബ്രൂട്ട് ഫോഴ്സ് ആണ് ഏത് അൽഗോരിതത്തിനും കൂടുതൽ ടൈം എടുക്കുന്നത്, പക്ഷേ ഇവിടെ ക്രിപ്റ്റനാലിറ്റിക് മെത്തേഡ്സിനും കൂടുതൽ ടൈം ബ്രൂട്ട് ഫോഴ്സിനേലും വേണ്ടി വരും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ ബ്രൂട്ട് ഫോഴ്സ് എഫർട്ട്. സോ ഫസ്റ്റ് ഹാഷ് ഫംഗ്ഷൻസിൽ എങ്ങനെ ക്രിപ്റ്റനാലിസിസ് ചെയ്യാമെന്ന് നോക്കാം. സോ ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് h എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. അതൊരു മെസ്സേജിലാണ്, സെൻഡർ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് മെസ്സേജിൽ അത് അപ്ലൈ ചെയ്തിട്ട് ഒരു ഹാഷ് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യും. The hash function takes an input message. Normally അതൊരു input messageനെ different blocks ആയിട്ട് partition ചെയ്യും. L fixed size blocks of ഓരോ ബ്ലോക്കിന്റെയും ലെങ്ത് എന്ന് പറയുന്നത് b bits ആണ്. L blocks ഉണ്ടായിരിക്കും, b bits ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഫൈനൽ ബ്ലോക്സിന് b bits ഇല്ലെങ്കിൽ അതിന് എക്സ്ട്രാ b bits ആവാൻ വേണ്ടി കുറച്ച് ബിറ്റ്സ് അതിൻ്റെ ഒപ്പം പാഡ് ചെയ്ത് കൊടുക്കും. The ഫൈനൽ ബ്ലോക്കിന്റെ ഒപ്പം ടോട്ടൽ മെസ്സേജിന്റെ ലെങ്ത്തും കൂടി ആഡ് ചെയ്യാനായിട്ട് പറ്റും. ടോട്ടൽ മെസ്സേജിന്റെ ലെങ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിപ്റ്റനാലിസിസിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അറ്റാക്കറിന് ടോട്ടൽ എത്ര മെസ്സേജ് ഉണ്ടെന്ന് ആ ലെങ്ത് അറിയാൻ ബുദ്ധിമുട്ടാണ്. ദ ഇൻക്ലൂഷൻ ഓഫ് ദ ലെങ്ത് മേക്സ് ദ ജോബ് ഓഫ് ദ ഒപ്പോണന്റ് മോർ ഡിഫിക്കൽട്ട്. ഇതിനകത്ത് ക്രിപ്റ്റനാലിസിസ് ചെയ്യുന്ന ഒപ്പോണന്റിന് എന്ത് കണ്ടുപിടിക്കണം? 2 messages of equal length that gives the same hash value, or the 2 messages of differing lengths together with their length values which gives the same hash value. Same hash value വരുന്ന രണ്ട് മെസ്സേജുകൾ കണ്ടുപിടിക്കണം.
അപ്പോൾ അതാണ് ക്രിപ്റ്റനാലിസിസ് അറ്റാക്കർ ഇതിൽ ചെയ്യേണ്ടത്. ഈ ജനറൽ സ്ട്രക്ചർ ഓഫ് എ ഹാഷ് ഫംഗ്ഷൻ ആണ് ഇവിടെ പറയുന്നത്. ഇതിനകത്തൊരു ഇനീഷ്യൽ വെക്ടർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. IV ഇനീഷ്യൽ വെക്ടർ കൊടുക്കുന്നു. y0 y1 up to yl-1 എന്ന് പറയുന്നതാണ് ഇൻപുട്ട് മെസ്സേജിനെ ഡിഫറെന്റ് ബ്ലോക്സ് ആക്കിയിട്ട് വെച്ചിരിക്കുന്നത്. L ബ്ലോക്സ് ആക്കി വെച്ചിരിക്കുന്നു. Then CVI is the chaining variable. ഒരെണ്ണത്തിന്റെ ഔട്ട്പുട്ട് ആണ് അടുത്ത ഫംഗ്ഷന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് വണ്ണിന്റെ ഔട്ട്പുട്ട് സെക്കൻഡ് ഫംഗ്ഷന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. YI എന്ന് പറയുന്നത് എന്താണ്? ith ഇൻപുട്ട് ബ്ലോക്ക്. F is the compression algorithm. F എന്ന് പറഞ്ഞ കംപ്രഷൻ അൽഗോരിതം ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. L is the number of blocks. N length of the hash code. പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹാഷ് കോഡിന്റെ ലെങ്തിനെയാണ് N എന്ന് പറയുന്നത്. Then B length of the input block. ഫൈനലി കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് ഹാഷ് വാല്യൂ ആയിട്ട് എടുക്കുന്നത്. സോ ദിസ് ഇസ് ദ ജനറൽ സ്ട്രക്ചർ ഓഫ് എ സെക്യൂർ ഹാഷ് കോഡ്. ഹാഷ് കോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറൽ സ്ട്രക്ചർ ഇങ്ങനെയാണ്. അപ്പോൾ ഡിഫറെന്റ് റൗണ്ട്സ് ആയിട്ടാണ് ഇതിനെ പ്രോസസ് ചെയ്യുന്നത്. സോ ഫിഗറിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഹാഷ് അൽഗോരിതം ഇൻവോൾവ്സ് റിപ്പീറ്റഡ് യൂസ് ഓഫ് എ കംപ്രഷൻ ഫംഗ്ഷൻ F that takes two inputs. അതിന്റെ ഇൻപുട്ട് എന്തൊക്കെയാണ്? ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് പ്രീവിയസ് സ്റ്റെപ്പിൽ നിന്ന് വരുന്ന ഇൻപുട്ട്. Then the n bit input from the previous step. Then other input എന്ന് പറയുന്നത് മെസ്സേജിൽ നിന്ന് വരുന്ന B bit ബ്ലോക്ക്. ഈ രണ്ട് ഇൻപുട്ട് ആണ് വരുന്നത്. At the start of hashing ഒരു ഇനീഷ്യൽ വെക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. The final value of the chaining variable, the ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ ആണ് ഇത് ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്. Often B greater than n. Hence the term compression. അതുകൊണ്ടാണ് കംപ്രഷൻ എന്ന് പറയുന്നത്. B എന്ന് പറയുന്നത് number of bits of the message that will be greater than the n എന്ന് പറയുന്ന number of bits of the hash കോഡിനേലും മെസ്സേജിന്റെ ബിറ്റ്സ് കൂടുതലായിരിക്കും. അപ്പോൾ മെസ്സേജിനെ ഹാഷ് വാല്യൂ ആയിട്ട് കംപ്രസ് ചെയ്യാണ് ഇതിൽ ചെയ്യുന്നത്. സോ ഈ ഹാഷ് ഫംഗ്ഷനെ ക്രിപ്റ്റനാലിസിസ് ചെയ്യുമ്പോൾ അറ്റാക്കർ എന്തൊക്കെ ഫോക്കസ് ചെയ്യാം? ഐദർ ഹി ക്യാൻ ഫോക്കസ് ഓൺ ദ ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് എഫിനെ ഫോക്കസ് ചെയ്യാം ആൻഡ് ഈസ് ബേസ്ഡ് ഓൺ അറ്റംപ്റ്റ്സ് to find efficient techniques for producing collisions for a single execution of F. Collisions on the same value produce ചെയ്യാനുള്ള മെത്തേഡ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ എഫിനെ ഫോക്കസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് എന്തിനെ ഫോക്കസ് ചെയ്യാം? ഇനീഷ്യൽ വെക്ടറിനെ ഫോക്കസ് ചെയ്യാം. ദെൻ തേർഡ്, ആസ് വിത്ത് സിമെട്രിക് ബ്ലോക്ക് സിഫേഴ്സ്, എഫ് കൺസിസ്റ്റ് ഓഫ് എഫിനെ ഡിഫറെന്റ് റൗണ്ട്സ് ആയിട്ടാണ് പ്രോസസ്സിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ സോ ദാറ്റ് അറ്റാക്ക് ഇൻവോൾവ്സ് അനാലിസിസ് ഓഫ് പാറ്റേൺ ഓഫ് ബിറ്റ് ചേഞ്ചസ് ഫ്രോം റൗണ്ട് ടു റൗണ്ട്. അപ്പോൾ ഓരോ റൗണ്ടിൽ നിന്നും അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ എത്ര ബിറ്റ് ചേഞ്ച് ഉണ്ട്, ആ പാറ്റേൺ നോക്കിയിട്ട് അങ്ങനെയും അറ്റാക്കറിന് മനസ്സിലാക്കാനായിട്ട് പറ്റും. 3 ടൈപ്പായിട്ട് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് എഫ്, ദെൻ ഇനീഷ്യൽ വെക്ടറിനെ അറ്റാക്ക് ചെയ്യും, ദെൻ ദിസ് എഫ് റൗണ്ട്സ് ഓഫ് പ്രോസസിംഗ് ഓഫ് ദ എഫ്. ക്രിപ്റ്റനാലിസിസ് ഹാഷ് ഫംഗ്ഷനിൽ എങ്ങനെയാണ് ചെയ്യുന്നത് പറഞ്ഞു. ഇനി മാക്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പൊ ബ്രൂട്ട് ഫോഴ്സ് നമ്മൾ ഹാഷിൽ പറഞ്ഞു, മാക്കിൽ പറഞ്ഞു. അതുപോലെ തന്നെ ക്രിപ്റ്റനാലിസിസും ഹാഷിൽ പറഞ്ഞു. മാക്കിൽ ഇവിടെ വരുമ്പോൾ ദർ ഇസ് മച്ച് മോർ വെറൈറ്റി ഇൻ ദ സ്ട്രക്ചർ ഓഫ് മാക്സ് ദാൻ ഇൻ ഹാഷ് ഫംഗ്ഷൻസ്. ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ക്രിപ്റ്റനാലിസിസിന്. അതുകൊണ്ട് അതിനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അതങ്ങനെ പഠിക്കാനായിട്ടില്ല. താങ്ക് യു.